ഓഡിബിൾ ആണോ? യെസ്, കേൾക്കാം. ഗുഡ് മോർണിംഗ് all of you. I am Jareen Ashraf from Palakkad. ഓക്കെ, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് സെൽഫ് ലവ് ആണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഏറെ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും, അല്ലേ? നമ്മുടെ ചുറ്റും എല്ലാവർക്കും സ്നേഹം കൊടുക്കാനും നമ്മളെ പാരൻസിനും നമ്മുടെ സിബ്ലിങ്സിനും എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാനും നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. ഈവൻ ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഒരിക്കലും നമ്മൾ ആരും സെൽഫ് ലവിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മളാരും നമ്മളെ സ്വയം സ്നേഹിക്കുന്നതിനെ കുറിച്ച് ആരും തന്നെ ചിന്തിച്ചിട്ടില്ല. അതിലൊരു ബോധം നമ്മൾ ഒരു തരത്തിൽ ചിലർക്ക് ഉള്ളതും കൂടുതൽ പേർക്ക് തീരെ ഇല്ലാത്തതുമായിട്ടുള്ള ഒന്നാണ് സെൽഫ് ലവ്. നമ്മളെക്കാളേറെ വേറെ ആർക്കാണ് സ്നേഹിക്കാൻ കഴിയാന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെക്കാളും മനസ്സിലാക്കാൻ ആർക്കാ കഴിയുക? നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നത് പോലെ, നമുക്ക് നമ്മളെ അറിയുന്നത് പോലെ വേറെ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ സ്നേഹിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളെ സ്നേഹിക്കാറുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ട്, അതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ സ്നേഹിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും ചിലര് അത് തന്നെയായിരിക്കും കൂടുതലായിട്ടും ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ ഇതൊന്നും എന്താന്ന് വെച്ചാൽ സെൽഫിഷ്നെസ്സിലേക്ക് പോകാൻ പാടില്ല. സെൽഫ് ലവ് എന്നും സെൽഫ് ലവ് തന്നെ ആയിരിക്കണം. ഒരിക്കലും സെൽഫിഷ്നെസ്സിലേക്ക് അത് പോകാൻ പാടില്ല. സ്വന്തമായി സ്നേഹിക്കാനും സ്വന്തമായി സ്നേഹിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്കത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് തരും. നമ്മളെ സ്നേഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മളെല്ലാവരും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിടയിലുള്ള ഓരോ കാര്യങ്ങളും അതിന് നമുക്ക് സന്തോഷം തരുന്ന, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തരുന്ന അതാണ് എല്ലാം നമ്മൾ ചെയ്യാൻ. അതിലൂടെ നമുക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മറ്റുള്ളവര് നമ്മളെ നോക്കിക്കാണുന്നത് പോലും നമുക്ക് നമ്മളെ സ്നേഹമില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളെ വേറെ ആരും സ്നേഹിക്കാൻ ഇല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് മറ്റുള്ളവര് നമ്മളെ വിലയിരുത്തുന്നതും. നമ്മളെ സ്നേഹിച്ച് നമ്മൾ പ്രൗഡ് ആവുക. നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. നമ്മൾ നെഗറ്റീവ്സിന് ഇങ്ങനെ നമ്മള് വേദനിച്ച് വിഷമിച്ച് ഇരുന്നിങ്ങനെ നമുക്ക് മാത്രം എന്തെങ്ങനെ, നമ്മൾ മാത്രം എന്തെങ്ങനെ, ഒരിക്കലും അല്ല. നമ്മുടെ ലൈഫിൽ ആരും തന്നെ പെർഫെക്റ്റ് അല്ല. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇംപെർഫെക്റ്റ് ആണ്. എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പൊ നമ്മളെല്ലാവരും യുണീക്നെസ് ആണ്. ആ യുണീക്നെസ് വെച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ അസറ്റ് എന്താണോ അത് വെച്ച് നമ്മൾ മുന്നോട്ട് ഇറങ്ങുക. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മളെല്ലാവരും യുണീക്നെസ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമുക്ക് എന്തിനും മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം ചോദിക്കലാണ്. എല്ലാ കാര്യവും നമുക്ക് തീരുമാനം എടുക്കാൻ കഴിവുള്ള കാര്യങ്ങളിൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്കതിന്റെ ഒരു ബഹുമാനത്തിന്റെ ഒരു അഭിപ്രായം ചോദിക്കലും ഓക്കെ, അത് നമുക്ക് അത് അവർക്ക് കൊടുക്കുന്ന പരിഗണനയാണ്. പക്ഷെ അതിനപ്പുറം നമ്മളെ എല്ലാറ്റിനെയും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ അവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് നമുക്ക് വിലയില്ലേ. നമ്മളൊരു തീരുമാനം എടുക്കുക. എന്നിട്ട് നമ്മൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മളൊരു തീരുമാനം എടുക്കുക. എന്നിട്ട് നമ്മളെ ചുറ്റും ഉള്ളവരെ നമ്മൾ ചോദിക്കേണ്ട ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ നമുക്ക് വില കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവരെ റെസ്പെക്ട് കൊടുക്കാൻ, നമ്മളെ മനസ്സിൽ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. നമുക്ക് ഇത് ചെയ്യുന്നതാണ്, നമ്മളെ കുറിച്ച് നമുക്കറിയാലോ. അപ്പൊ ഇത് ചെയ്യുന്നതാണ് നല്ലത് എന്നത് നമുക്കൊരു ഉറപ്പുണ്ടാവണം. എന്നിട്ട്
ആ ഒരു തീരുമാനം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അഭിപ്രായം ചോദിക്കുക. അവര് പറയുന്നത് നമുക്ക് നല്ലതിനാണോ, നമുക്ക് നല്ലത് തന്നെയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് അവരും സ്നേഹം കൊണ്ട് പറയുന്നത് തന്നെയായിരിക്കും, പക്ഷെ നമ്മളെ കുറിച്ചിട്ട് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പൊ ആ ഒരു അഭിപ്രായം, മറ്റുള്ളവരുടെ അടുത്തുള്ള അഭിപ്രായം നമ്മൾ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യം തന്നെയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഫീലിങ്സ് എപ്പോഴും നമുക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കുറച്ച് മുൻപ് ചിന്തിച്ചതാവില്ല നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നത്. കുറച്ച് എന്താണ്, ഇന്നലെ രാത്രി ചിന്തിച്ചൊരു ഫീലിങ്സ് ആയിട്ടായിരിക്കില്ല നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ ഉണ്ടാവുന്ന ഫീലിങ്സ് കുറച്ച് മുൻപുള്ളതായിരിക്കില്ല. അങ്ങനെ ഫീലിങ്സ് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ നിമിഷം നമുക്ക് ഒരു കാര്യത്തിൽ വിഷമം, ഫോക്കസ് അതന്നെയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ഫീലിങ്സ് നമ്മുടെ ഫീലിങ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക. ലൈഫ് ആകുമ്പോൾ പ്രോബ്ലംസ് വിൽ കം ആൻഡ് ഗോ. നമുക്ക് പ്രോബ്ലംസ് ഇല്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അത് സ്വാഭാവികമാണ്. പക്ഷെ നത്തിങ് ഈസ് കോൺസ്റ്റന്റ്. ഒന്നും അത് അതേപോലെ നിൽക്കുന്നില്ല. അത് അതിന്റെ പാട്ടിൽ പോവുകയാണ്. എല്ലാം നമ്മൾ എന്ത് നെഗറ്റീവായിട്ട് ചിന്തിച്ചാലും പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും കാര്യങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊരു ഡെസിഷൻ എടുക്കുമ്പോഴും, നമുക്ക് എന്തൊരു ഫീലിങ്സ് വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക നത്തിങ് ഈസ് കോൺസ്റ്റന്റ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടേമിൽ ചിന്തിക്കുക, കുറച്ച് കഴിഞ്ഞത് ശരിയാകും. പക്ഷെ എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി നമ്മുടെ പോസിറ്റീവ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ അത് നമുക്ക് കഴിയുള്ളൂ. പരിമിതികൾ നമ്മുടെ സ്നേഹത്തിന് നമ്മളെ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഒരു വാല്യൂ ആയിട്ട് ഞാൻ പറയുകയാണ്. ഒരു ദിവസം ഒരു കാര്യം ചെയ്യുക. ഒരു പേപ്പർ എടുക്കുക, ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ എല്ലാ നെഗറ്റീവ് തോട്ട്സ്, നമ്മുടെ രൂപത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, നമുക്ക് അന്നുണ്ടായ ഒരു കുറെ നെഗറ്റീവ്സ്, നമ്മളെ ഇൻസൾട്ട് ചെയ്യണത്, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ നമ്മുടെ മൈൻഡിൽ വന്ന നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണോ, നമ്മളെ വിമർശിച്ചവര്, നമ്മളെ അറിയാതെ നമ്മളെ ഓരോ കാര്യത്തിലും നമ്മളെ കുറ്റം കണ്ടുപിടിച്ച കാര്യങ്ങൾ, പിന്നെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന അപാകതകൾ, നമുക്ക് അസുഖങ്ങൾ, അങ്ങനെ എല്ലാം ഒരു ഷീറ്റ് പേപ്പറിൽ നമ്മൾ എഴുതുക. എന്നിട്ട് ആ എഴുതിയതിൽ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കത്തിച്ച് കളയുക. നമ്മുടെ മുമ്പിൽ തന്നെ അത് കത്തിച്ച് നമ്മുടെ മുന്നിൽ തന്നെ അതങ്ങോട്ട് കളഞ്ഞു നോക്കുക. അതിലൂടെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് അങ്ങോട്ട് ഇല്ലാതാക്കുക. ആ കത്തിച്ച് കളയുന്നതിലൂടെ നമ്മുടെ എല്ലാ നെഗറ്റീവ് തോട്ട്സും നമുക്ക് ഇല്ലാതായി പോസിറ്റീവ് മൈൻഡിനെ നമ്മൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. മനസ്സിലായോ? ആ പോസിറ്റീവ് മൈൻഡിനെ ക്രിയേറ്റ് ചെയ്തെടുത്ത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള വാല്യൂസ്, നമുക്ക് നമ്മളെ വാല്യൂ ഇല്ലെങ്കിൽ വേറെ ആർക്കും നമ്മളെ വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് എടുത്ത് നമ്മളെ സ്നേഹിക്കാൻ തയ്യാറാവുക. ഒരു സ്റ്റോറി ഉണ്ട്, ആനിമൽസിന്റെ ഇടയിലുള്ള ഒരു സ്റ്റോറിയാണ്, കേട്ടിട്ടുണ്ടാവുമായിരിക്കും, എന്നാൽ പോലും ഞാൻ പറയുകയാണ്. ഒരു പുലി മുയലിനെ തേടി ഇങ്ങനെ മുയലിനെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് കുറെ ശ്രമിച്ചു. ഒരു 3-4 ദിവസം ശ്രമിച്ചിട്ടുണ്ടാവും. 4-5 ദിവസം ഒക്കെ ശ്രമിച്ച് ആ പുലിക്ക് മുയലിനെ കിട്ടിയില്ല. അപ്പൊ പുലി പറയണേ, ഞാൻ നിന്നെ ഒരു ദിവസം പിടിക്കും ട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുയൽ പറയണ, ഒരിക്കലും നിനക്ക് എന്നെ കിട്ടില്ല. എന്നുവെച്ചാൽ അവിടെ ഒരു വിശ്വാസമാണ്. എന്താന്ന് വെച്ചാല് പുലി അവരെ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് നടക്കുന്നത്, പക്ഷെ മുയൽ നടക്കുന്നത് അവരെ ജീവന് വേണ്ടിയിട്ടും. അപ്പോ അവിടെ ആ ഒരു സെൽഫ് ലവ് ആണ് ഉള്ളത്. നമ്മുടെ ആ ഒരു സെൽഫ് ലവ് നമുക്ക് നമ്മളോട് സ്നേഹം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, ഇപ്പൊ ഒരു നമ്മളെക്കാളും ഉയരത്തിലുള്ള ആൾക്കാർ ഒരിക്കലും നമ്മളെ പറയാൻ നിൽക്കില്ല. അവർക്ക് അതിനുള്ള ടൈമൊന്നുമില്ല. നമുക്കൊപ്പം എത്താൻ കഴിയാത്ത ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാരാണ് നമ്മളെ പറയാൻ നിൽക്കുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതങ്ങട് പോയിക്കോട്ടെ, ലെറ്റ് ഗോ ഓഫ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളെ പറയുന്ന ആൾക്കാരെ, നമ്മളെ നമുക്ക് എപ്പോഴും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. എപ്പോഴും നമ്മളെ നെഗറ്റീവ്സ് കണ്ട്, അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ചിന്തിക്കാനുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും നെഗറ്റീവ്സ് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട്.
അവരെ നമ്മളൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാല് നമ്മൾ എന്തൊരു കാര്യം പോസിറ്റീവായിട്ട് പോയി പറഞ്ഞാലും ഏയ് നിന്നെ കൊണ്ടൊന്നും പറ്റില്ല പോയി, ആ നിന്നെ കൊണ്ടൊന്നും കഴിയില്ല, അത് നീ ചെയ്യോ, നിന്നെ കൊണ്ട് പറ്റുമോ, അതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞതാണ്. മറ്റുള്ളവരും അവരും മറ്റുള്ളവരും നമ്മളൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ഉള്ളിലെ എന്തെല്ലാം കഴിവുകളുണ്ടോ, നമുക്ക് എന്തെല്ലാം നമ്മളെ കൊണ്ട് പറ്റുമോ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മൾ സ്നേഹിക്കുക. അത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പോസിറ്റീവ്സിനെയും പുറത്തു കൊണ്ടുവരാൻ നമ്മളെ വളരെ നന്നായിട്ട് സഹായിക്കും. പക്ഷെ ഒരിക്കലും സെൽഫിഷ്നെസ്സിലേക്ക് പോകരുത്. എന്ന് വെച്ചാൽ സെൽഫ് ലവ് എന്നത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ അത് ചീറ്റ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാം നേടിയെടുത്ത് എന്താ പറയാ, നമ്മളെല്ലാം നേടിയെടുത്ത് അത് സെൽഫിഷ്നെസ് ആവും. നമ്മളെ സ്നേഹിച്ച് നമ്മൾ പരിപാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ആ രീതിക്ക് നമ്മൾ ചെയ്യുക. നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മളെല്ലാ കാര്യത്തിനും നമ്മുടെ കാര്യത്തിന് തന്നെ വാല്യൂ കൊടുത്ത് ഓരോ സെക്കൻഡിലും ഓരോ രീതിയിലും നമുക്ക് എന്താ വെച്ചാൽ എല്ലാറ്റിനും നമ്മൾക്കൊരു കാര്യമുണ്ട്. ഒരു ദിവസം നല്ലതൊക്കെ നടന്നു കഴിഞ്ഞാൽ കാണാം നമ്മൾ നന്നായിട്ട് സ്നേഹിക്കും. എന്തെങ്കിലും പ്രയാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് നമ്മളെ തളർത്തി പോകും. നമ്മൾ തന്നെ സ്വയം തളർന്നു പോകും. അപ്പൊ ഒരു നെഗറ്റീവ്സും പോസിറ്റീവ്സും നമ്മുടെ ലൈഫിൽ വരുന്നതാണ്. നമുക്ക് അത്രയും സന്തോഷം നമുക്ക് അവിടെ തോന്നിയത്, നമുക്കിപ്പോ ഒരു ഹാപ്പിനെസ് നമ്മളൊരു ലൈഫിൽ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ഇന്ന് ഈ ഇത്രയും കാര്യങ്ങൾ നടന്നപ്പോൾ നമുക്ക് ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് അതിന് മുമ്പ് നമ്മൾ കുറച്ച് സാഡ് അനുഭവിച്ചത് കൊണ്ടാണ് ഹാപ്പിനെസിന്റെ വാല്യൂ അറിയണത്. എല്ലാം നമ്മൾ വിചാരിച്ച അതേപോലെ പോസിറ്റീവ് തന്നെ ലൈഫിൽ നടക്കണം എന്നില്ല. നമ്മള് കുറെ ഒരു ജേണിയാണ് നമ്മുടെ ലൈഫ്. ആ ഒരു ജേണിയിൽ എല്ലാം ഓവർകം നമ്മൾ ചെയ്യാനുണ്ട്. നമ്മൾ ഈ ജേണിയിൽ അതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മളെ സ്നേഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ശീലിക്കേണ്ട കാര്യം. നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് നമുക്കൊന്നുമില്ല. നമ്മുടെ ലൈഫിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുക. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും, കുറേ ഈ ടോക്സിക് പീപ്പിൾ ഉണ്ട്, നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയുന്നവര് പറയുന്നെ ചെയ്തോട്ടെ, നമുക്കതിന്റെ ആവശ്യമേ നമുക്കതിന് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവർ പറയുന്നതിൽ ഒന്നും ചെവി കൊടുത്ത് നമ്മൾ ഫീൽ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. നമ്മളെ സ്നേഹിച്ച് അതുപോലെ നമുക്ക് നമ്മുടെ രൂപം എങ്ങനെ തന്നെയാണെങ്കിലും ഇപ്പോ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഇപ്പോഴും ശരീരത്തിലുള്ള നിങ്ങളുടെ മുഖത്തെ പാടുകളോ നിങ്ങളുടെ ചുളിവുകളോ വേറെ വല്ല എന്ത് ഫിസിക്കലി ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക. അത് നിങ്ങൾ ഇത്രയും കാലം എഫേർട്ട് എടുത്ത് ഇത്രയും കാലം ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്ത് എല്ലാം നേടിയതിന്റെ അപാകതകളാണ് ഇതൊക്കെ. നമ്മൾ എന്തെല്ലോ ഇതുവരെയുള്ള ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. ആ നേടിയതിന്റെ അത്രയും കാലം നമ്മൾ അത്രയും സാക്രിഫൈസ് ചെയ്തതിന്റെയാണ് അതൊക്കെ കാണുന്നത്. അതൊക്കെ നമുക്ക് പ്രൗഡാണ്. നമ്മൾ ഇത്ര കാലം ഈ വർഷത്തിനുള്ളിൽ ഒന്നും അറിയാത്ത നമ്മൾ പോലും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫീലിങ്സ് വരുമ്പോ നമ്മൾ ഇങ്ങനെ സ്വയം ഒരു മിററിൽ പോയി നിന്നിട്ട് നമ്മൾ തന്നെ ചോദിക്കുക, അത്രയും ഫീലിങ്സ് വരുമ്പോ ഇത്ര കാലം ജീവിച്ചത് ഇപ്പൊ എല്ലാം ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. നമുക്ക് അതുപോലെ എല്ലാം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ. പിന്നെ ഇപ്പൊ നമുക്ക് എന്താ, പക്ഷെ നമ്മുടെ ഈ ജേർണിയിൽ നമുക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ്സ്, നമുക്ക് ഉണ്ടാവുന്ന പോസിറ്റീവ്സ്, നമ്മളത് എല്ലാ രീതിയിലും നമ്മളത് സ്വീകരിക്കുക തന്നെ ചെയ്യാം. പക്ഷെ ഒരു ഫീലിങ്സ് വരുമ്പോ, നെഗറ്റീവ്സ് വരുമ്പോ അത് ഹൈഡ് ചെയ്ത് പോവാൻ പാടില്ല. നമ്മളത് സ്കിപ്പ് ചെയ്ത് അയ്യോ എനിക്കത് ചിന്തിക്കാൻ വയ്യ, എനിക്കത് ഓർക്കാൻ വയ്യ, എനിക്കത് ചെയ്യാൻ വയ്യ, ആ ഒരു രീതിയിൽ നമ്മൾ പോവാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടാ, അത് അതങ്ങോട്ട് ഉൾക്കൊള്ളണം. നമ്മൾ അതും അറിയണം. അത് എന്ത് ഫീലിംഗ് ആണ്, അത് എങ്ങനെയാണ്, നമ്മളത് ധൈര്യത്തോടു കൂടി തന്നെ നമ്മളത് ചെയ്യണം. നമ്മളത് എന്ത് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എപ്പോഴും കറക്റ്റ് ആയിട്ട് എത്തുന്ന, റെഗുലർ ടൈമിൽ എത്തുന്ന ഒരു ബസ്സാണ് വിചാരിക്കുക. പിറ്റേ ദിവസം നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി അതെന്തൊരു ബ്ലോക്ക് കാരണം വേറൊരു വഴിക്ക് തിരിയേണ്ടി വന്നു. ആ ഒരു തിരിച്ചല് 1 hour ലേറ്റ് ആയിട്ടാണ് വീടെത്തിയത്. ആ 1 hour ലേറ്റ് ആയ ദിവസം നമുക്ക്
എത്ര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അപ്പോഴാണ് ഇതിന് മുൻപ് നമ്മൾ വന്നത് എത്ര സൗകര്യത്തിലാണ് എന്നറിയാൻ കഴിയണത്. അപ്പൊ നമ്മൾ എന്നും സൗകര്യങ്ങളും എല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ സൗകര്യം നമുക്ക് സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മളെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പരാജയമാണത്. അതിന്ന് നമ്മളെ ഓവർകം ചെയ്തെടുത്ത് വന്ന് നമ്മളെ പറയുന്നതൊക്കെ നമുക്ക് നമ്മളെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്നതെല്ലാം നമ്മളെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. പിന്നെ ഫീലിങ്സ് വരുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നല്ല, അതിനെ നമുക്ക് ഓവർകം ചെയ്യാനും നമുക്ക് കഴിയണം. അതാ പറയണത്. നമുക്ക് എന്തിനും മറ്റുള്ളവരുടെ സ്നേഹത്തിന് മറ്റുള്ളവരിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ സ്നേഹത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മളെ കുറിച്ച് നമ്മളെക്കാളും വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ആര് നിരുത്സാഹപ്പെടുത്തിയാലും നമ്മൾ ആര് തളർത്തിയാലും നമുക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കാളും വേറെ ആരും നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ആദ്യം സ്വയം സ്നേഹിക്കുക. നമുക്ക് ഒരുപാട് കുറവുകളും എല്ലാം ഉണ്ട് എന്ന് കരുതി ആ കുറവുകളിനെ എല്ലാവർക്കും കുറവുകളുണ്ടല്ലോ. ഇന്ന് പ്രശസ്തമായ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും കുറവുകളിലൂടെ വന്നവരാണ്. ആ കുറവുകൾ അവരെല്ലാവരും അതിജീവിച്ച് മുന്നോട്ട് എത്തിയവരാണ്. അതിജീവിച്ച് മുന്നോട്ട് എത്തിയ പിന്നെയാണ് നമ്മളെല്ലാവരും അവരെ അറിയുന്നതും സ്നേഹിക്കുന്നതും. അതുപോലെ നാളെ നമ്മളെല്ലാവരും അറിയുന്നവരാകും. നമ്മളെല്ലാവരും അറിയുന്നവരാവാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പൊ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാം സെൽഫ് ലവിന്റെ പാർട്ട് ഓഫ് സെൽഫ് ലവ് ആണ്. നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ എല്ലാം നമുക്ക് കഴിയും. പക്ഷെ ഈ ചെയ്യുന്നതോടൊപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നീഡ്സിന് പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ഓരോ എന്തൊരു കാര്യത്തിനാണെങ്കിലും ഒരു ഡ്രസ്സിങ്, മറ്റുള്ളത് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക. പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അതിനൊരു സൊല്യൂഷൻ അതിനൊരു സൊല്യൂഷൻ നമ്മൾ വേറെ എവിടെയും പോണ്ട. നമ്മൾ തന്നെ അതിങ്ങനെ ചിന്തിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മൾ അതിനൊരു അന്നേരം നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാന് നമുക്കേ അറിയുള്ളൂ. അത് ഓവർകം ചെയ്തതിന് ശേഷം എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അതിങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരും. എപ്പോഴും ഒരു കാര്യം ചിന്തിച്ചാൽ മതി, പ്രയാസങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ആരും ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അതുപോലെ തന്നെ എല്ലാം തികഞ്ഞവരും ഇല്ല, പ്രയാസങ്ങൾ അനുഭവിക്കാത്തവരും ഇല്ല. ഓരോ തരത്തിലുള്ള ഫീലിങ്സ് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് വന്നത് അതുപോലെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പിന്നെ നമ്മൾ എന്തുകൊണ്ട് സ്നേഹിച്ചൂടാ? പിന്നെ നമുക്ക് നമ്മുടെ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും വരുന്ന ഓരോ പ്രയാസങ്ങൾക്കും നമ്മുടെ ഉള്ളിലെ ശബ്ദം, നമ്മുടെ ഉള്ളിലൊരു ശബ്ദമുണ്ട്. അതിനെ ഇങ്ങോട്ട് പുറത്തെടുക്കുക, അതിന്റെ അഭിപ്രായം ചോദിക്കുക. അവര് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നേടിത്തരും. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോ എല്ലാവരും ഇത്ര നേരം എൻ്റെ ഈ സെൽഫ് ലവിനെ കുറിച്ച് പറഞ്ഞത് കേൾക്കാൻ സമയം കാണിച്ചതിന് വെരി താങ്ക്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹലോ. Great, sir. Great, ma'am. Wonderful class. Thank you so much. Thank you, sir.